നമസ്കാരം. റൈസ് ടു വിനിന്റെ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. കെമിസ്ട്രിയിലെ ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വസ്തു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് pHന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് pH എന്താണെന്നാണ്. pH എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് മീനിങ്. ഓക്കെ, pH എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, pH എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ pH വെച്ചിട്ടാണ്, pHന്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് സോറൻ സോറൻസൻ. ഓക്കെ, സോറൻ സോറൻസൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? pH സ്കെയിൽ കണ്ടുപിടിച്ചത്. ഓക്കെ, pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സോറൻ സോറൻസൻ. ഓക്കെ, അപ്പൊ pH എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് സോറൻ സോറൻസൻ എന്ന് പറയുന്നത്. ഈ pHന്റെ വാല്യൂ എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് 0 മുതൽ 14 വരെയാണ്. ഓക്കെ, pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് pH സ്കെയിൽ എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. ഓക്കെ, റേഞ്ച് ഓഫ് pH സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. pH എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് അർത്ഥം. pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് സോറൻ സോറൻസൻ. pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആസിഡ് ആൻഡ് ബേസ് ആണ് പഠിക്കുന്നത്. ഒരു വസ്തു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് pH സ്കെയിൽ നോക്കിയിട്ടാണ്. pH എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് pHന്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത്. pH എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് സോറൻ സോറൻസൻ. pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? 0 മുതൽ 14 വരെയാണ്. ഓക്കെ, 0 to 14 വരെയാണ് pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി pH വാല്യൂ 7ന് താഴെയാണെങ്കിൽ, ലെസ് ദാൻ 7 ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആസിഡ്. ഓക്കെ, pH വാല്യൂ 7ന് താഴെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആസിഡ്. എന്നാൽ pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അതെന്താണ്? ബേസ് ആണ്. ഓക്കെ, pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അത് ബേസ് ആണ്. pH വാല്യൂ ഈക്വൽ ടു 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആണെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ pH വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ നമ്മൾ പറയും അത് ആസിഡ് ആണെന്ന്. pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അത് ബേസ് എന്ന് പറയും. pH വാല്യൂ ഈക്വൽ ടു 7 ആണെങ്കിൽ അതിനെ നമ്മൾ ന്യൂട്രൽ എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് pHനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ pH സ്കെയിൽ നോക്കിയിട്ടാണ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. pH എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻ സോറൻസൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. pH വാല്യൂന്റെ റേഞ്ച് അല്ലെങ്കിൽ pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. pH സ്കെയിൽ റേഞ്ച് ചെയ്യുന്നത് 0 മുതൽ 14 വരെയാണ്. ഈ pH വാല്യൂ, അതായത് pH സ്കെയിലിലെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ ലെസ് ദാൻ 7 ആണ് വരുന്നതെങ്കിൽ അത് ആസിഡ് ആണ്. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അത് ബേസ് ആണ്. എന്നാൽ ഈക്വൽ ടു 7 ആണെങ്കിൽ, pH വാല്യൂ 7 ആണെങ്കിൽ അതിനെ നമ്മൾ ന്യൂട്രൽ എന്നും പറയുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. pH മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. സോറൻ സോറൻസൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത്. pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. pH വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അത് ബേസ് ആയിരിക്കും. ഈക്വൽ ടു 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആസിഡ് ബേസ്, ആസിഡിന്റെയും ബേസിന്റെയും ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആസിഡിന്റെ പ്രത്യേകതയും ബേസിന്റെ പ്രത്യേകതയും എന്താണെന്നാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആസിഡ് സോർ ഇൻ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ആസിഡിന് ഒരു പുളിപ്പാണുള്ളത്. ആസിഡ് ഈസ് സോർ ഇൻ ടേസ്റ്റ്. എന്നാൽ ബേസ് എന്ന് പറയുന്നത് ബിറ്റർ ഇൻ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബിറ്റർ എന്ന് വെച്ചാൽ എന്താ? കയ്പ്. ബേസിന് എന്താണ്? കയ്പാണുള്ളത്. ആസിഡ് പുളിപ്പാണ്, ബേസ് എന്ന് വെക്കുമ്പോൾ അതിന് കയ്പാണുള്ളത്. അപ്പൊ ആസിഡ് ഈസ് സോർ ഇൻ ടേസ്റ്റ്, എന്നാൽ ബേസ് ഈസ് ബിറ്റർ ഇൻ ടേസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ആസിഡിന്റെ pH വാല്യൂ എത്രയാണ്? ആസിഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത്, pH വാല്യൂ ഓഫ് ആസിഡ് എന്ന് പറയുന്നത് എത്രയാണ്? pH വാല്യൂ ഓഫ് ആസിഡ് ഈസ് ലെസ് ദാൻ 7. എന്നാൽ ബേസിന്റെ എന്താണ്? pH വാല്യൂ ഓഫ് ബേസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 7 ആണ്. ഓക്കെ, ആസിഡ് സോർ ഇൻ ടേസ്റ്റ് ആണ്, അതിന്റെ pH വാല്യൂ ലെസ് ദാൻ 7 ആണ്. ബേസ് ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്, അതിന്റെ pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണ്. ഇനി എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആസിഡ് ഏത് ലിറ്റ്മസിനെ ഏതാക്കി മാറ്റും? ഓക്കെ, ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു.
ഓക്കെ, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു. നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ ആസിഡിൽ മുക്കി കഴിഞ്ഞാൽ അത് എന്ത് കളറായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നവയാണ് ആസിഡ്. എന്നാൽ റെഡ് ലിറ്റ്മസിനെ ജസ്റ്റ് ഓപ്പോസിറ്റ്, റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നവയാണ് ബേസ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആസിഡ് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊള്ളും. അതായത് നമ്മുടെ കൈ റെഡ് ആയി മാറും അല്ലെ, റെഡ് ലാഷസ് ഉണ്ടാവും. അങ്ങനെ ഓർത്ത് വെക്കുക, റെഡ് ആയി കഴിഞ്ഞാൽ അതാരാണ്? ആസിഡ്. അപ്പൊ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നവ ആസിഡ് ആണ്. ഓക്കെ, റെഡ് ആവും, ആസിഡ് വീണാൽ റെഡ് ആവും. അപ്പൊ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ആസിഡ് ആണ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആരാണ്? ബേസ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആസിഡിൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ആസിഡിൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ബേസിൽ ഹൈഡ്രോക്സൈഡുകളുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ഓക്കെ, ആസിഡിൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ബേസിലാണെങ്കിൽ ഹൈഡ്രോക്സൈഡുകളുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആസിഡിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം? HCl, H2SO4 ഒക്കെ ആസിഡ് ആണ്. ബേസ് എന്ന് പറയുന്നത് എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ എന്താണ്? ബേസ് ആണ്. ഓക്കെ, ആസിഡിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ. ബേസിന് എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ നമുക്ക് അറിയേണ്ട ഡിഫറൻസ്. ഇതിലും കൂടുതലുണ്ട് ഡിഫറൻസസ് ഇവർ തമ്മിൽ. നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആസിഡിന്റെ ടേസ്റ്റ് എന്താണ്? സോർ. ബേസ് ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. ആസിഡിന്റെ pH എന്ന് പറയുന്നത് <7 ആണ്. ബേസിന്റെ pH <7 ആണ്. pH എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻ സോറൻസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. pH സ്കെയിലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താണ്? ആസിഡ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു. എന്നാൽ ബേസ് എന്ത് ചെയ്യുന്നു? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. ആസിഡിൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ ബേസിൽ ഹൈഡ്രോക്സൈഡുകളുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ആസിഡിൽ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ, ബേസിൽ ഹൈഡ്രോക്സൈഡുകളുടെ കോൺസെൻട്രേഷൻ. ദെൻ ആസിഡിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എക്സെട്ര. ബേസിന് എക്സാമ്പിൾ ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എക്സെട്ര. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് ആസിഡിനെയും ബേസിനെയും പറ്റി പറയാനുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ പറ്റിയാണ്. എന്താണ് ന്യൂട്രലൈസേഷൻ? ഓക്കെ, ന്യൂട്രലൈസേഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ ആസിഡ് ബേസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. വാട്ടറും ഫോം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആസിഡ് റിയാക്ട്സ് വിത്ത് ബേസ് ഫോമിങ് സോൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ആസിഡ് ബേസ് ആയിട്ട് ചേരുമ്പോൾ സോൾട്ടും വാട്ടറും ആയി മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആസിഡിന് ഒരു എക്സാമ്പിൾ നമുക്ക് HCl എഴുതാം. ഓക്കെ, HCl എന്താ? ആസിഡ് ആണ്. ബേസിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ്, എണ്ണ ഒഴിച്ച് ബേസിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് ഈ എണ്ണയും Cl കൂടി NaCl ആവും. ബാക്കി വരുന്ന 2 H ഉണ്ട്, ഒരു O ഉണ്ട്. അപ്പൊ അതെന്തായി മാറും? H2O ആയി മാറും. ഓക്കെ, ഈ എണ്ണയും Cl കൂടി NaCl ആയി മാറി. അതുപോലെ ഓക്സിജനും 2 ഹൈഡ്രജനും കൂടി ചേർന്ന് H2 ആയി മാറി. അപ്പൊ എന്താ? ആസിഡ് ബേസ് റിയാക്ട് ചെയ്തിട്ട് സോൾട്ട്, NaCl എന്താ? സോഡിയം ക്ലോറൈഡ്, സോൾട്ടും വാട്ടറുമായി മാറി. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ആസിഡിക് പ്രോപ്പർട്ടിയും ആസിഡും ബേസും ചേർന്ന് കഴിഞ്ഞാൽ ആസിഡിക് പ്രോപ്പർട്ടിയും കാണത്തില്ല, ബേസിക് പ്രോപ്പർട്ടിയും കാണത്തില്ല. പിന്നെ അത് എന്തായി മാറും? ന്യൂട്രൽ സൊല്യൂഷൻ ആയി മാറും. വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. വാട്ടറിന്റെ pH എത്രയാണ്? 7 ആണ്. അപ്പോൾ വാട്ടർ എന്തായി മാറും? ഞാൻ ഈ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു pH സ്കെയിലിൽ ന്യൂട്രൽ ആവുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാ? pH സ്കെയിലിൽ ന്യൂട്രലിന്റെ വാല്യൂ 7 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. വാട്ടർ ഒരു ന്യൂട്രൽ മെറ്റീരിയൽ ആണ്. ഓക്കെ, വാട്ടർ ന്യൂട്രൽ ആണ്. വാട്ടർ ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഫോം ചെയ്യുന്നു. വാട്ടറിന്റെ ഒപ്പം തന്നെ സോൾട്ടും കൂടി ഫോം ചെയ്യും. ഓക്കെ, സോൾട്ടും വാട്ടറും ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആസിഡിന്റെ പ്രോപ്പർട്ടിയും കാണത്തില്ല, പിന്നീട് ബേസിന്റെ പ്രോപ്പർട്ടിയും കാണത്തില്ല. pH വാല്യൂ നോക്കുവാണെങ്കിൽ അത് ന്യൂട്രലിലായിരിക്കും, 7ലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ വാട്ടർ ആയിട്ട് മാറുന്നു. ആസിഡ് ബേസ് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ആവുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ന്യൂട്രൽ എന്ന് പറയുന്നത് ആരാണ്? വാട്ടർ ആണ് ന്യൂട്രൽ. ഓക്കെ, വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. വാട്ടർ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ആസിഡും അല്ല ബേസും അല്ലാത്ത സൊല്യൂഷൻ ആണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. Okay, but neutralization മനസ്സിലായല്ലോ. Neutralization is the reaction of acid and base together to form acid and base react together to form salt and water. Neutralization is the process of reacting acid and base
together to form salt and water. Saltum water acidum basum react ചെയ്ത് saltum water ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ചില സൊല്യൂഷൻ്റെ pH വാല്യൂസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. സാധാരണ PS ചോദിക്കുന്നവ മാത്രമാണ് ഞാൻ പറയുന്നത് ആദ്യം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതെന്ന് വെച്ചാൽ pH വാല്യൂസിനെ പറ്റിയാണ്. ഓരോ കാര്യത്തിൻ്റെയും ഓരോ സബ്സ്റ്റൻസിൻ്റെയും pH വാല്യൂസിനെ പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ വാട്ടറിൻ്റെ pH നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ് വാട്ടറിൻ്റെ pH? 7 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ pH പഠിക്കേണ്ട ആവശ്യമില്ല. വാട്ടറിൻ്റെ pH എത്രയാണ്? 7 ആണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് സീ വാട്ടറിൻ്റെ pH ആണ്. സീ വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സീ വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. നമ്മുടെ നോർമൽ വാട്ടറിൻ്റെ pH നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് എത്രയായിരുന്നു? 7 ആയിരുന്നു. സീ വാട്ടറിൻ്റെ pH എത്രയാണ്? 8 ആണ്. ഇനി മറക്കില്ലല്ലോ, സീ വാട്ടറിൻ്റെ സാധാ വാട്ടറിൻ്റെ pH 7, സീ വാട്ടറിൻ്റെ pH 8. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ മിൽക്കിൻ്റെ pH ആണ്. മിൽക്കിൻ്റെ pH എന്ന് പറയുന്നത് 6.5 to 6.7 റേഞ്ചിലാണ് നിൽക്കുന്നത്. മിൽക്കിന്റെ pH എന്ന് പറയുന്നത് 6.5 to 6.7 റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ pH 7 ആണെന്ന് അറിയാം. സീ വാട്ടറിന്റെ pH എത്രയാണ്? 8 ആണ്. മിൽക്കിന്റെ pH എത്രയാണ്? 6.5 to 6.7. അടുത്ത നമുക്ക് വരേണ്ടത് ടീ. ഓക്കെ, ടീയുടെ pH. ടീയുടെ pH എന്ന് പറഞ്ഞാൽ ഇതിലൊന്ന് കുറയ്ക്കുക, 5.5 ആണ് ടീയുടെ pH. മിൽക്കിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ടീയുടെ pH ആവും. 5.5 ആണ് ടീയുടെ pH. അപ്പോൾ സീ വാട്ടറിന്റെ pH എത്രയാണ്? 8. മിൽക്കിന്റെ pH 6.5 to 6.7. ടീയുടെ pH എത്രയാണ്? 5.5. അടുത്ത് ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കാനുള്ളതാണ്. മിൽക്ക്, ടീ, കോഫി. അടുത്ത് വരുന്ന കോഫി. കോഫിയുടെ pH എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, കോഫിയുടെ pH എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ സീ വാട്ടർ എത്രയാണ്? 8. ആ വാട്ടറിന്റെ നമുക്കറിയാം, അതിൽ നിന്ന് ഒന്ന് കൂടുതലാണ് സീ വാട്ടർ. സീ വാട്ടറിന്റെ pH 8 ആണ്. മിൽക്ക്, ടീ, കോഫി ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കുക. മിൽക്കിന്റെ 6.5 to 6.7, ടീയുടെ എത്രയാണ്? 5.5, കോഫിയുടെ എത്രയാണ്? 5. ഇനി നമുക്ക് പഠിക്കേണ്ടത് ബിയർ. ബിയറിന്റെ pH എത്രയാണെന്നാണ്. ബിയറിന്റെ pH എന്ന് പറയുന്നത് 4.5 ആണ്. ഓക്കെ, ബിയറിന്റെ pH 4.5 ആണ്. ഇനി രണ്ടെണ്ണം ഒരുമിച്ച് പഠിക്കേണ്ടത് വിനീഗർ, ലെമൺ ജ്യൂസ്. വിനീഗറിന്റെ pH എത്രയാണ്? വിനീഗറിന്റെ pH 2.9 ആണ്. അതുപോലെ ലെമൺ ജ്യൂസിന്റെ pH 2.4 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ടറിന്റെ ഓൾറെഡി അറിയാം, വാട്ടറിന്റെ pH 7 ആണെന്ന്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് കൂട്ടി പറയാം. സീ വാട്ടറിന്റെ pH എത്രയാ? 8. മിൽക്ക്, ടീ, കോഫി ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കുക. മിൽക്കിന്റെ pH 6.5 to 6.7, ടീയുടെ 5.5, കോഫി 5. ഓക്കെ, ആദ്യം കോഫി പഠിക്കുക. ആദ്യം മിൽക്ക് 6.5, അതിൽ നിന്ന് ഒന്ന് പറയുമ്പോൾ 5.5, അതിൽ നിന്ന് 0.5 പറയുമ്പോൾ കോഫി ആയി. ദെൻ ബിയർ 4.5. വിനീഗറും ലൈം ജ്യൂസും ഒരുമിച്ച് പഠിക്കുക. വിനീഗർ എത്രയാ? 2.9, ലൈം ജ്യൂസ് എത്രയാ? 2.4. മാർക്കത്തിലോ. സീ വാട്ടറിന്റെ pH 8 ആണ്. മിൽക്കിന്റെ pH 6.5 to 6.7 ആണ്. ടീയുടെ pH എത്രയാ? 5.5 ആണ്. കോഫിയുടെ pH 5 ആണ്. ബിയറിന്റെ pH 4.5 ആണ്. വിനീഗറും അസറ്റിക് ആസിഡ്. വിനീഗർ 2.9, അസറ്റിക് ആസിഡ് 2.4. ഓക്കെ, വാട്ടർ 7 ആണ്. അപ്പൊ സീ വാട്ടർ 8. മിൽക്ക്, ടീ, കോഫി ഒരുമിച്ച് പറയാം. മിൽക്ക് 6.5. 6.5 എന്നാണ് സാധാരണ പറയുന്നത്. ഇതുവരെ വേരി ചെയ്യുന്നു, 6.7 വരെ വേരി ചെയ്യുന്നു. ടീ 5.5, കോഫി 5, ബിയർ 4.5, വിനീഗർ 2.9 and lemon juice 2.4. ഓക്കെ, ടീ വാട്ടറിന്റെ pH 8 ആണ്. മിൽക്ക് 6.5 to 6.7, ടീ 5.5, കോഫി 5, ബിയർ 4.5, വിനീഗർ 2.9, ലെമൺ ജ്യൂസ് 2.4. നമ്മുടെ ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ബ്ലഡിന്റെ pH, മറ്റൊന്ന് സലൈവയുടെ pH ആണ്. ബ്ലഡിന്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. ഓക്കെ, ബ്ലഡിന്റെ pH 7.4 ആണ്. അതുപോലെ തന്നെ സലൈവയുടെ pH എന്ന് പറയുന്നത് 6.5 to 7.4 ആണ്. ഓക്കെ, ബ്ലഡിന്റെ pH 7.4 ആണ്. എന്നാൽ സലൈവയുടെ pH എത്ര? 6.5 to 7.4. ഇതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ബ്ലഡിന്റെ pHും സലൈവയുടെ pHും സാധാരണ ചോദിക്കാറുണ്ട്. ബ്ലഡിന്റെ pH 7.4 ആണ്. സലൈവയുടെ pH എത്ര? 6.5 to 7.4. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആരൊക്കെയാണ്? സീ വാട്ടർ എത്ര? 8 ആയിരുന്നു. ദെൻ വാട്ടർ നമുക്കറിയാം 7 ആണെന്ന്. മിൽക്കിന്റെ pH എത്ര? 6.5 to 6.7. ദെൻ ടീയുടെ pH 5.5, കോഫിയുടെ pH 5 ആണ്. ബിയർ 4.5, വിനീഗർ
2.9, ലൈം ജ്യൂസ് 2.4. പിന്നെ ഇപ്പോൾ പറഞ്ഞ രണ്ടെണ്ണം. ബ്ലഡ് 7.4 ആണെന്ന് ഓർത്ത് വയ്ക്കുക. സലീവ എത്രയാ? 6.5 to 7.4. ബ്ലഡിൻ്റെത് 7.4, സലീവ 6.5 to 7.4. ഓക്കെ, അപ്പോൾ ഇത്രയും pH വാല്യൂസ് നമ്മൾ കാണാണ്ട് അറിഞ്ഞിരിക്കണം. ആസിഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡിനെ പറ്റിയാണ്. ഈ സൾഫ്യൂരിക് ആസിഡിനെയാണ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്. ഓക്കെ, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്. അതുപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡിനെയാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡിനെയാണ്. ഈ രണ്ട് പേരുകൾ ഓർത്ത് വയ്ക്കുക. കിങ് ഓഫ് കെമിക്കൽസ് എന്നും അതുപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്. ഓക്കെ, കിങ് ഓഫ് കെമിക്കൽസ് എന്നും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല H2SO4 എന്നാണ്. സൾഫ്യൂരിക് ആസിഡിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡിനെയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് കോണ്ടാക്ട് പ്രോസസ്. ഈ കോണ്ടാക്ട് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വെനേഡിയം പെന്റോക്സൈഡ്. ഓക്കെ, കോണ്ടാക്ട് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വെനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല H2SO4 എന്നാണ്. അതിനാണ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാ? വെനേഡിയം പെന്റോക്സൈഡ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡിനെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിനെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിനെ ഒന്നാമത്തെ യൂസേജ് എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഈ സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നു. ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ. ഓക്കെ, ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്. ഓക്കെ, കാറിന്റെയൊക്കെ ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിനും എന്തോതിനെ ഉപയോഗിക്കുന്നു? സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കുന്നു. ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നതും സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ ഒന്നാമത്തെ യൂസ് എന്താ? ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഉപയോഗിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡിലാണ്. ഡൈനാമൈറ്റിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ എണ്ണ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. റിഫൈനിങ് ഓഫ് ഓയിൽ, എണ്ണ ശുദ്ധീകരണത്തിന് റിഫൈനിങ് ഓഫ് ഓയിൽ, എണ്ണ ശുദ്ധീകരണത്തിന് ഇതിനെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ, എന്താ മലിനജല സംസ്കരണത്തിനും ഇതിനെ ഉപയോഗിക്കുന്നു. ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനും ഇതിനെ ഉപയോഗിക്കുന്നു. ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിനെ ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഉപയോഗിക്കുന്നു. ഡൈനാമൈറ്റിൽ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. എണ്ണ ശുദ്ധീകരണശാലയിൽ റിഫൈനിങ് ഓഫ് ഓയിൽ, എണ്ണ ശുദ്ധീകരണശാലയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടറിനും ആരെയാണ് ഉപയോഗിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താന്ന് പറഞ്ഞു? H2SO4 ആണെന്ന് പറഞ്ഞു. കിങ് ഓഫ് കെമിക്കൽസ് എന്നും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞു. കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽസിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണെന്ന് പറഞ്ഞു? വെനേഡിയം പെന്റോക്സൈഡിനാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗത്തെ പറ്റിയാണ്. സൾഫ്യൂരിക് ആസിഡ് ലെഡ് സ്റ്റോറേജ്, കാറിന്റെ ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. റിഫൈനിങ് ഓഫ് ഓയിൽ, അതായത് എണ്ണ ശുദ്ധീകരണശാലകളിൽ യൂസ് ചെയ്യുന്നു. എണ്ണ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ മലിനമായിട്ടുള്ള ജല സംസ്കരണത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടറിന് ഉപയോഗിക്കുന്നു. ഇപ്പൊ യൂസേജും കൂടി പഠിക്കുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ്, ഡൈനാമൈറ്റ്, റിഫൈനിങ് ഓഫ് ഓയിൽ, ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഉപയോഗിക്കുന്നു. ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നു. റിഫൈനിങ് ഓഫ് ഓയിൽ ആൻഡ് ഓൾസോ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് സൾഫ്യൂരിക് ആസിഡിനെ പറ്റി അറിയേണ്ടത്. നമുക്ക് ഇനി പഠിക്കേണ്ടത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറ്റിയാണ്, HCl പറ്റിയാണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറ്റിയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് HCl. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് HCl. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് അറിയാം ഇതിനകത്ത് ആരില്ല, ഓക്സിജൻ ഇല്ല. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ എന്ന് പറയുന്നത്. ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല നോക്കുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് ഇതിനെയാണ് ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ എന്ന് പറയപ്പെടുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡും ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പം ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ തന്നെ ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡും ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആസിഡ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉള്ള ആസിഡും ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആസിഡ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ, ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ ആൻഡ് ആസിഡ് പ്രസൻസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇത്രയും ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. അതുപോലെ തന്നെ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നതും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല HCl എന്നാണ്. ഇതിനെയാണ് ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ, ഇതിനകത്ത് ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷനെ സഹായിക്കുന്ന ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതുപോലെ ആസിഡ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ഉള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും മ്യൂറിയേറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് സോൾട്ട്, മ്യൂറിയേറ്റിക് ആസിഡ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും മ്യൂറിയേറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിന് എന്തൊക്കെയായിരുന്നു? കിങ് ഓഫ് കെമിക്കൽസ് എന്നും ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് അറിയപ്പെട്ടിരുന്നത് സൾഫ്യൂരിക് ആസിഡിനായിരുന്നു. അതുപോലെ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും മ്യൂറിയേറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉപയോഗത്തെ പറ്റിയാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ആരെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, എവിടെയാ? ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത് ആരെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു? HCl എന്നാണ്. എന്താണ്? ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ, ആസിഡ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഇതിനെയാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും മ്യൂറിയേറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത്. അതുപോലെ ആസിഡ് ഹെൽപ്സ് ഇൻ ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രി ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് നൈട്രിക് ആസിഡിനെ പറ്റിയാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് നൈട്രിക് ആസിഡ്. ഓക്കെ, നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താ? HNO3. ഓക്കെ, നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് HNO3. ഓക്കെ, ഈ നൈട്രിക് ആസിഡിനെയാണ് അക്വാ ഫോർട്ടിസ് എന്നും അതുപോലെ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നതും നൈട്രിക് ആസിഡിനെയാണ്. എന്തൊക്കെയാ? അക്വാ ഫോർട്ടിസ് എന്നും അതുപോലെ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡിനെയാണ്. ഓക്കെ, ഈ നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല HNO3 ആണ്. ഇതിനെയാണ് അക്വാ ഫോർട്ടിസ് എന്നും അതുപോലെ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത്. അതുപോലെ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ എയറിലേക്ക് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എന്ത് ചെയ്യും? ഫ്യൂംസ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്യൂംസ് വെൻ എക്സ്പോഷർ വിത്ത് എയറുമായിട്ട് എക്സ്പോഷറിൽ വരുവാണെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇത് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എയറിൽ എക്സ്പോഷർ ആകുമ്പോഴത്തേക്കും ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, അതുപോലെ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഓക്കെ, ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ പ്രോസസ്സിനെയാണ്. ഓക്കെ, നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താ? HNO3. ഇതിനെയാണ് അക്വാ ഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത്. സൾഫ്യൂരിക് ആസിഡിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്നും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെട്ടു. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും മ്യൂറിയേറ്റിക് ആസിഡ് എന്നും അറിയപ്പെട്ടു. ഇതിനെ നൈട്രിക് ആസിഡിനെ അക്വാ ഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത്
നൈട്രിക് ആസിഡിനെയാണ്. അതിന്റെ കെമിക്കൽ ഫോർമുല HNO3. നൈട്രിക് ആസിഡ് എന്ത് ചെയ്യും? എയറുമായിട്ട് എക്സ്പോഷറിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. എയറുമായിട്ട് എക്സ്പോഷറിൽ വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ പ്രിപ്പറേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഓക്കെ, ഇതിന്റെ പ്രിപ്പറേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ഇനി നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. സൾഫ്യൂരിക് ആസിഡ് എവിടെയൊക്കെയാണ് ഉപയോഗിച്ചത്? സൾഫ്യൂരിക് ആസിഡ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിച്ചു, ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിംഗ് ഉപയോഗിച്ചു, യൂസ്ഡ് ഫോർ റിഫൈനിങ് ഓഫ് ഓയിൽ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. പിന്നെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കാര്യം പറഞ്ഞു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നതായിരുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. നൈട്രിക് ആസിഡ് നമ്മുടെ ഗോൾഡിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ടെസ്റ്റ് പ്യൂരിറ്റി ഓഫ് ഗോൾഡ്. ഗോൾഡിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, ടെസ്റ്റ് പ്യൂരിറ്റി ഓഫ് ഗോൾഡ്. ഗോൾഡിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നൈട്രിക് ആസിഡിനെയാണ്. അതുപോലെ യൂസ്ഡ് ആസ് ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് പ്രൊപ്പലൻസ്. റോക്കറ്റില് ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? ഈ നൈട്രിക് ആസിഡിനെയാണ്. യൂസ്ഡ് ആസ് ഓക്സിഡൈസർ ഇൻ റോക്കറ്റ്. ഓക്കെ, റോക്കറ്റ് പ്രൊപ്പലൻസിൽ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതും ആരെയാണ്? ഈ നൈട്രിക് ആസിഡിനെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പ്യൂരിറ്റി ഓഫ് ഗോൾഡ്. ഗോൾഡിന്റെ പ്യൂരിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡിനെയാണ്. ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് ഓക്സിഡൈസർ ഇൻ റോക്കറ്റ്. റോക്കറ്റുകളുടെ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതും നൈട്രിക് ആസിഡിനെയാണ്. ഓക്കെ, അപ്പൊ നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താ? HNO3. നൈട്രിക് ആസിഡിനെയാണ് അക്വാ ഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത്. നൈട്രിക് ആസിഡ് എന്ത് ചെയ്യും? എയറിലെ എക്സ്പോഷറായി വന്നു കഴിഞ്ഞാൽ ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നു? ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നു. പിന്നെ നൈട്രിക് ആസിഡിന്റെ ഉപയോഗമാണ് പറഞ്ഞത്. എന്തിനാ? ഗോൾഡിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രിക് ആസിഡ് ആണ്. അതുപോലെ റോക്കറ്റിലെ ഓക്സിഡൈസർ ആയിട്ട്, റോക്കറ്റ് പ്രൊപ്പലൻസിലെ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതും ആരെയാണ്? നൈട്രിക് ആസിഡിനെയാണ്. ഇനി ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും കൂടി ചേരുന്നതിനാണ് നമ്മൾ അക്വാ റീജിയ എന്ന് പറയുന്നത്. ഈ അക്വാ റീജിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ഡിസോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ഈ അക്വാ റീജിയ എന്ന് പറയുന്നത്. ഓക്കെ, അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡും HCl കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ഡിസോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഈ അക്വാ റീജിയ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കും. അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് HCl അതുപോലെ തന്നെ HNO3യും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഈ അക്വാ റീജിയ. അക്വാ റീജിയയുടെ പ്രത്യേകത എന്താണ്? അത് ഗോൾഡിനെയും പ്ലാറ്റിനത്തിനെയും എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യിക്കുന്നു. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് അക്വാ റീജിയ. അതിന്റെ പ്രത്യേകത അത് ഗോൾഡിനെയും പ്ലാറ്റിനത്തിനെയും എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു. അക്വാ റീജിയ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. അത് മറക്കരുത്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും കോമ്പിനേഷൻ ആണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. അത് ഗോൾഡിനെയും അതുപോലെ തന്നെ പ്ലാറ്റിനത്തിനെയും എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഗോൾഡിനെയും പ്ലാറ്റിനത്തിനെയും ഡിസോൾവ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാലും അക്വാ റീജിയാണ്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതുപോലെ നൈട്രിക് ആസിഡിന്റെയും കോമ്പിനേഷൻ ആണെന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങൾ കാണുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് വീനസ് ആണ്. ഓക്കെ, വീനസിലാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡുള്ള മേഘപടലങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ സൂപ്പർ ആസിഡ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിനെക്കാളും 100% മടങ്ങ് വീര്യമുള്ള ആസിഡുകളെയാണ് സൂപ്പർ ആസിഡ്സ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. സൂപ്പർ ആസിഡ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിനെക്കാളും 100 മടങ്ങ് വീര്യമുള്ള ആസിഡുകളെയാണ് സൂപ്പർ ആസിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ സൾഫ്യൂരിക് ആസിഡുള്ള മേഘപടലങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വീനസിലാണ്, ശുക്രനിലാണ്. ഓക്കെ, പിന്നെ അക്വാ റീജിയയെ പറ്റിയാണ് പറഞ്ഞത്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും കൂടി കോമ്പിനേഷനാണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. അതിനെ ഗോൾഡും പ്ലാറ്റിനവും ഡിസോൾവ് ചെയ്യുന്ന മെറ്റീരിയലാണ് അക്വാ റീജിയ. ഗോൾഡും പ്ലാറ്റിനവും ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ അക്വാ റീജിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അസറ്റിക് ആസിഡും കൂടി പഠിക്കാനുള്ളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അസറ്റിക് ആസിഡ്. ഈ അസറ്റിക് ആസിഡ് ആണ് ആദ്യം തന്നെ കണ്ടുപിടിച്ച ആസിഡ്. ഓക്കെ, ഏർലിയസ്റ്റ് ആസിഡ് എന്നാണ് അസറ്റിക് ആസിഡ് പറയുന്നത്. ഏർലിയസ്റ്റ് നോൺ ആസിഡ്, ഏറ്റവും പഴക്കം ചെന്ന ആസിഡ് അല്ലെങ്കിൽ ആദ്യമേ കണ്ടുപിടിച്ച ആസിഡ് ആണ് എന്താണ് ഈ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് നോൺ ആസിഡ്. ഓക്കെ, ഏർലിയസ്റ്റ് നോൺ ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഏർലിയസ്റ്റ് നോൺ ആസിഡ് ആണ് ഈ അസറ്റിക് ആസിഡ്. ഓക്കെ, ആദ്യമേ തന്നെ കണ്ടുപിടിച്ച ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഏർലിയസ്റ്റ് നോൺ ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഇതിനെയാണ് വിനീഗർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, വിനീഗർ എന്നറിയപ്പെടുന്നത് ഈ അസറ്റിക് ആസിഡിനെയാണ്.
വിനീഗർ എന്നറിയപ്പെടുന്നു. ഇതിന്റെ IUPAC നെയിമാണ് എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഈ അസറ്റിക് ആസിഡിനാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് അസറ്റിക് ആസിഡിനെ പറ്റി പഠിക്കാൻ. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് നോൺ ആസിഡ്, നേരത്തെ തന്നെ, അതായത് ആദ്യമേ കണ്ടുപിടിച്ച ആസിഡാണ് അസറ്റിക് ആസിഡ്. ഏർലിയസ്റ്റ് നോൺ ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഇതിന്റെ മറ്റൊരു പേരാണ് വിനീഗർ. വിനീഗർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. അല്ലെങ്കിൽ വിനീഗറിലുള്ള ആസിഡ് ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കാം. വിനീഗർ എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. ഇതിന്റെ അസറ്റിക് ആസിഡിന്റെ IUPAC നെയിമാണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ആണ്. നമ്മൾ അസറ്റിക് ആസിഡിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ഏർലിയസ്റ്റ് നോൺ ആസിഡ് വിനീഗർ. ഇതിന്റെ മറ്റൊരു പേരാണ് വിനീഗർ. ഇതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത് എന്താണ്? എത്തനോയിക് ആസിഡ്. ഓക്കെ, ഓൾസോ നോൺ ആസ് വിനീഗർ. അസറ്റിക് ആസിഡിനാണ് വിനീഗർ എന്ന് പറയുന്നത്, ഓൾസോ നോൺ ആസ് എത്തനോയിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയാണ് പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അപ്പൊ നമ്മൾ ആസിഡിനെയും ബേസിനെയും പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ആസിഡിന്റെ പ്രത്യേകത എന്താ? pH <7 ആയിരിക്കും. ബേസ് pH <7 ആയിരിക്കും. ന്യൂട്രൽ ആണെങ്കിൽ pH 7 ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് സബ്സ്റ്റൻസിന്റെ pH വാല്യൂ പറഞ്ഞു. വാട്ടറിന്റെ 7 ആണെന്ന് അറിയാം. സീ വാട്ടർ 8 ആണ്. മിൽക്ക് എത്ര? 6.5 to 6.7 ആണ്. ടീ 5.5, കോഫി 5, then beer 4.5, then acetic acid 2.9 and lemon juice 2.4. പിന്നെ നമ്മുടെ ബ്ലഡിന്റെ പറഞ്ഞു 7.4, സലൈവയുടെ പറഞ്ഞു 6.5 to 7.4. പിന്നെ നമ്മൾ 4 ആസിഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സൾഫ്യൂരിക് ആസിഡ് കെമിക്കൽ ഫോർമുല H2SO4, കിങ് ഓഫ് കെമിക്കൽസ് എന്നും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നു. അതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നു. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വെനേഡിയം പെന്റോക്സൈഡ് എന്ന് പറഞ്ഞു. ഇതിന്റെ ഉപയോഗം എന്താ? ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നു. മാനുഫാക്ചർ ഓഫ് ഡൈനാമൈറ്റിന്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നു. യൂസ്ഡ് ഫോർ റിഫൈനിങ് ഓഫ് ഓയിൽ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. അടുത്ത് പറഞ്ഞത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ് കെമിക്കൽ ഫോർമുല. ആസിഡ് വിത്തൗട്ട് ഓക്സിജൻ എന്നറിയപ്പെടുന്നു. ആസിഡ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ ആൻഡ് ആസിഡ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. പിന്നെ പറഞ്ഞത് ഇതിനെയാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും മ്യൂരിയേറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ ടാനിങ് ആൻഡ് പ്രിന്റിംഗ് ഇൻഡസ്ട്രി. അടുത്ത് പറഞ്ഞ നൈട്രിക് ആസിഡ് കെമിക്കൽ ഫോർമുല HNO3, അക്വാ ഫോർട്ടിസ് എന്നും സ്പിരിറ്റ് ഓഫ് നൈട്ര എന്നും അറിയപ്പെടുന്നു. ഇത് എന്ത് ചെയ്യും? എയറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതിനെ ഉപയോഗിക്കുന്നത് ഗോൾഡിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനും അതുപോലെ യൂസ്ഡ് ആസ് ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് പ്രൊപ്പലൻസ് എന്ന് പറഞ്ഞു. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് അക്വാ റീജിയ ഫോം ചെയ്യുന്നത്. അതാണ് ഗോൾഡിനെയും പ്ലാറ്റിനത്തിനെയും ഡിസോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ അസറ്റിക് ആസിഡിനെ പറ്റി പറഞ്ഞു. ഏർലിയസ്റ്റ് നോൺ ആസിഡ് ആണ്. വിനീഗർ ആണ് അതിന്റെ മറ്റൊരു പേര്. ഇതിനെയാണ് എത്തനോയിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഇന്നലെ ഫിസിക്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റാണ്. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററിനെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടിയാണ് കോൺകേവ് മിററിനെന്ന് പറഞ്ഞു. അപ്പോൾ കോൺകേവ് മിറർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നമ്മൾ വണ്ടിയിലെ പിറകിൽ വരുന്ന വേറെ മറ്റ് വെഹിക്കിൾസിനെ നമുക്ക് വലുതായിട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കോൺകേവ് മിറർ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കത്തില്ല. റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴും കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, അതിൽ മിസ്റ്റേക്ക് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളണം. നമ്മൾ കോൺകേവ് മിറർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. കാരണം കോൺവെക്സ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടിയാണ് കോൺകേവ് മിററിന് വരുന്നത്. അപ്പോൾ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ മാഗ്നിഫൈ ചെയ്തത് കാണിച്ചു കളയും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് മിററാണ് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് മിററാണ്? കോൺവെക്സ് മിററാണ്. തെറ്റിക്കരുത്. ഓക്കെ, ശ്രദ്ധിച്ചോളണം. റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനാണ്? കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇടാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.